സാറേ, നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഈ വിദേശ രാജ്യങ്ങൾക്ക് എന്താണ് കാര്യം? അവരെന്തിനാണ് ഇടപെടുന്നത്? ഈ തെരഞ്ഞെടുപ്പിലെ വിദേശ രാജ്യങ്ങളിലെ ഇടപെടൽ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. ലോകമെമ്പാടുമുണ്ട്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് ഇടപെടാറുണ്ട്. ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം പ്രശ്നമുണ്ട്. ഇപ്പൊ ഇറ്റലി തന്നെ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ അടുത്ത് പരാതി പറഞ്ഞിരുന്നു. മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നതിനെ കുറിച്ചും അമേരിക്ക ഇടപെടുന്നതിനെ കുറിച്ചും ചൈന ഇടപെടുന്ന ഓസ്ട്രേലിയയിലും കാനഡയിലും എല്ലായിടത്തും പ്രശ്നമുണ്ട്. ജനാധിപത്യം നിലനിൽക്കുന്ന എല്ലാ പ്രശ്നമുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതിൽ ഈ വർഷം ഈ 2024 കൂടുതൽ പ്രസക്തമായ ഒരു കാരണമുണ്ട്. 64 രാജ്യങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ഈ വർഷം നമ്മുടെ അമേരിക്കയുടെ ഉണ്ട്, ഈ വർഷം അവസാനം പ്രസിഡന്റ് ഇലക്ഷൻ, ഇന്ത്യയുടെ ഉണ്ട്, യൂറോപ്യൻ യൂണിയന്റെ ഉണ്ട്, അങ്ങനെ കുറേയധികം രാജ്യങ്ങളുടെ ഉണ്ട്. ഒരു വ്യവസ്ഥ എന്ന രീതിയിൽ ജനാധിപത്യത്തിന്റെ സ്വീകാര്യത നിർണ്ണയിക്കേണ്ട ഒരു ഇലക്ഷനായത്, ഒരു കാലമായത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഉദാഹരണം ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വികസനത്തിന്റെ കാരണമായിട്ട് പറഞ്ഞ ന്യായം ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പില്ലല്ലോ. തെരഞ്ഞെടുപ്പുണ്ട്, അതുണ്ട്. പക്ഷെ അത് ഞാൻ പറയാം, 3000 പേര് വോട്ട് ചെയ്യും, 2997 പേരും ഷീ ജിൻപിങ്ങിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. 3 പേര് എതിരായിട്ട്. പക്ഷെ എതിരായിട്ട് ചെയ്യുന്നവർ പിന്നെ ഈ ഭൂമിക്ക് മേൽ കാണുകയില്ല. ഇതാണ് അവരുടെ ഒരു സംവിധാനം. അപ്പൊ അതുകൊണ്ട് അവര് വിജയം. ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് ചൈന സാമ്പത്തികമായിട്ട് പുരോഗമിക്കുന്നു. ഈ ഒരു ചിന്ത ലോകത്ത് പലയിടത്തും പോകുന്നു. ജനാധിപത്യം വികസനത്തിന് തടസ്സമാണെന്നുള്ള ചിന്ത ലോകത്ത് പലരും ആ ചിന്ത പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡീറ്റെയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. അവിടെ ഭാരതമാണ് വ്യത്യസ്തമായി തെളിയിച്ചിരിക്കുന്നത്. ജനാധിപത്യവും പറ്റും, വികസനവും പറ്റും. അതാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി തെളിയിച്ചത്. ചൈനയെ പോലും വെല്ലുവിളിക്കുന്ന ശക്തിയായിട്ട് മാറാൻ കഴിയും, കോവിഡിലേക്ക് അതിജീവിക്കാൻ കഴിയും. ചൈന സ്വീകരിച്ച അടിച്ചമർത്തലിന്റെ നയങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് മോദി സ്ഥാപിച്ചിടത്താണ് ഒരു താത്വികമായ നിലപാടില് ഭാരതത്തിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള മനസ്ഥിതി വന്നിരിക്കുന്നത്. അതൊരു ഭാഗം. അതിനപ്പുറം വേറൊരു ഭാഗമുണ്ട്. ഭാരതം ഒരു സാമ്പത്തിക ശക്തിയായും രാഷ്ട്രീയ ശക്തിയായിട്ടും വളർന്നു വരിക. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്കൻ ജനാധിപത്യമാണ്, 2 നൂറ്റാണ്ടിനപ്പുറമായി. ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് ഭാരതവുമാണ്. ഈ ഭാരതത്തിലെ ജനാധിപത്യം ഒരു പരാജയമാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ 2 ഗുണം. ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. ലോകത്തിൽ സ്വീകാര്യമായ ഒരു വ്യവസ്ഥ ആവേണ്ടതില്ല എന്നൊരു ചിന്ത വരക്കാം. 2, ഭാരതത്തിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ പോലെ തന്നെ ജനസംഖ്യ ഒരർത്ഥത്തിൽ നമുക്ക് അഡ്വാൻറ്റേജാണ്. ലോക സമ്പദ് വ്യവസ്ഥയിലെ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു മേഖലയാണ് നമ്മുടെ രാജ്യം. അതിന് ഇവിടെ തന്നെ സാമ്പത്തികമായ വളർച്ച ഉണ്ടായി നമ്മൾ ആത്മനിർഭര ഭാരതമായി മാറിക്കഴിഞ്ഞാല് ലോകത്തെ പല രാജ്യങ്ങൾക്കും അവരുടെ കയറ്റുമതി സാധ്യതകളെ ബാധിക്കും, അവരുടെ വികസനത്തെ ബാധിക്കും. അത് രാജ്യത്തിനപ്പുറം ആ രാജ്യത്തെ ജോർജ് സൊറോസിനെ പോലുള്ള വ്യവസായികളെ ബാധിക്കും. ഇവരുടെ എല്ലാം കൂടെ താല്പര്യമാണ് ഭാരതത്തെ ഒതുക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ചുരുങ്ങിയ സമയം കൊണ്ടാണ് സൂചിപ്പിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം നമ്മൾ ലഭിച്ചു കഴിഞ്ഞ ശേഷവും നേടിയെടുത്ത ശേഷവും അക്കാലത്ത് പോലും ചർച്ചിലിനെ പോലെ ആളൊക്കെ എന്ന് പറഞ്ഞിരുന്നത് നിലനിൽക്കാൻ പോകുന്നില്ല, തകരിപ്പണമാകും, സ്വയം ഭരണം ഭാരതത്തിന് പറ്റില്ല. അവരുടെയൊക്കെ മോഹം തിരിച്ചു പിടിക്കാവുന്നതായിരുന്നു. ഇന്നല്ലെങ്കിൽ അന്ന് 2001 കഴിഞ്ഞപ്പം ഇംഗ്ലണ്ടിന്റെ അവസ്ഥ മോശമാണ്. എങ്കിലും വീണ്ടും ഒരു തിരിച്ചു കൊടുത്ത സാധ്യത ഉണ്ടെന്ന് ഇംഗ്ലണ്ട് കരുതി കാണും. അക്കാര്യത്തിൽ ഇംഗ്ലണ്ടും അമേരിക്ക മത്സരമാണ്. അമേരിക്ക എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഭാരതത്തെ കൂടെ കിട്ടണമെന്ന്. അതിനാണ് എമ്മാമത്തയ്യെ പോലൊരാളിനെ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ അവർ പ്ലാൻ ചെയ്തത്.
മറുവശത്ത് ഇംഗ്ലണ്ടിന് വേണ്ടി ലേഡി മൗണ്ട് ബാറ്റനും എല്ലാം വലിയ നിരയുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി. മൂന്നാമത് സോവിയറ്റ് യൂണിയന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും, അന്ന് ചൈന ഈ അവസ്ഥയിലായിട്ടില്ല, ഭാരതത്തില് അവരുടെ സാധ്യത, അത് അധിനിവേശ സാധ്യത പോലും വളർത്തിയെടുക്കാൻ ആഗ്രഹിച്ചൊരു ഘട്ടമായിരുന്നു അത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും കണ്ടത്. ആദ്യം അമേരിക്കയുടെ പരിശ്രമം മത്തായി ഇടപെടുന്നു. ആ മത്തായിയുടെ സാന്നിധ്യം ഒരു വലിയ ഗെയിം ചേഞ്ചറായിരുന്നു. അതിൽ സാധ്യതകൾ പലതും തങ്ങൾക്കെതിരാണെന്ന് കണ്ടുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ അന്ന് വേണ്ടത്ര തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. മത്തായിയുടെ നമ്മൾ പറയുമ്പം മത്തായിയും ഇന്ദിരയും തമ്മിലുള്ള ബന്ധമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയാവുന്നൊരു സംഗതി. ഇന്ദിരയെ ആ ബന്ധത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയാണ് ഈ ഇവരുടെ റഷ്യൻ ഇടപെടലുണ്ടായത്. ആ റഷ്യൻ ഇടപെടലുണ്ടായത് ഇന്ദിരയായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് മാറ്റാൻ വേണ്ടി പല വഴികളും പ്രയോഗിച്ചു. ആ വഴിയെക്കുറിച്ച് ചർച്ചയ്ക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇപ്പൊ ലഭ്യമാണ്. ഏതായാലും പിന്നീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ചൈനയുടെ യുദ്ധമൊക്കെ ഉണ്ടായി. ഇന്ദിരയുടെ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഒരു സാറ്റലൈറ്റായിട്ട് തന്നെ ഒരു ഉപരാജ്യമായിട്ട് ഭാരതം മാറുന്ന കണ്ടത്. ഇവിടെ ആര് പ്രധാനമന്ത്രിയാകണം, ഇന്ദിരയ്ക്കൊക്കെ പൂർണ്ണ സപ്പോർട്ട്, സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും. ഇവിടുത്തെ അക്കാഡമികളിൽ ആര് വേണം, ജഡ്ജിമാരാര് വേണം, മന്ത്രിമാരാര് വേണം, നിർണായക സ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരാര് വേണമെന്ന് വരെ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ പണം കൊടുത്ത് സ്വാധീനം ചെയ്യുന്ന ഒരു കാലമാണ് ഭാരതത്തിൽ കടന്നുപോയത്. അന്ന് ചൈനയും അമേരിക്കയും കൂടെ ഒന്നിച്ചു. അവരുടെ ലക്ഷ്യം രണ്ടായിരുന്നു: ഒന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കണം, രണ്ട് ഇന്ത്യയെ ഇല്ലാതാക്കണം. ആ ലക്ഷ്യത്തിലാണ് പാകിസ്ഥാനെയും കൂട്ടുപിടിച്ചത്. പാകിസ്ഥാന് ശക്തിക്കുറവുണ്ടെങ്കിലും തന്ത്രപരമായി പാകിസ്ഥാനികളുടെ കൂടെ ഞാൻ പെട്ടെന്ന് കാര്യം പറയുക. അന്നേരമാണ് രാജീവ് ഗാന്ധിയുടെ ഭരണം വന്നു. രാജീവ് ഗാന്ധി ഏകകക്ഷി ഭരണം രാജീവ് ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷത്തോട് കിട്ടി. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം സോവിയറ്റ് യൂണിയനെ ഒതുക്കി, ഗോർബച്ചോവിനെ ഒതുക്കി, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ഇന്ത്യക്ക് പിന്തുണ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. അതുപോലെ തന്നെ ഇന്ത്യയില് ഏകകക്ഷി ഭരണം അവസാനിച്ചു. രാജീവ് ഗാന്ധി ആ ബൊഫോഴ്സ് കുംഭകോണത്തിൽപ്പെട്ട് പുറത്തു പോയതോടുകൂടി അവസാനിച്ചു. VP സിംഗിന്റെ കാലമായി. പിന്നീട് നമ്മളൊരു 90കളിൽ കാണുന്നെന്ന് പറയുന്നത് ഇവിടെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ്. പ്രധാനമന്ത്രിമാർ വന്നും പോയിരുന്നു. അതിനകത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഒക്കെ സോവിയറ്റ് യൂണിയൻ ഇല്ല. തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കൂട്ടുപിടിച്ച് അവർ പോകുന്നു. അന്ന് അവരുടെ ധാരണ ഓരോ പാർട്ടിയെ, ഇപ്പം ചൈനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഉണ്ടായാൽ മതി, മുസ്ലിം തീവ്രവാദികൾ കൂടെ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ആകാമെന്ന് വിചാരിച്ചു. അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്ന പ്രസ്ഥാനക്കാരുണ്ട്, അവർ മതിയെന്ന് കരുതി. ഇവരെ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പരിസരം നടത്തുന്നത്. പക്ഷെ അത് മാറിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് വന്നപ്പോഴാണ്. അതോടുകൂടി വീണ്ടും ഒരു ഏകകക്ഷി ഭരണം അല്ലെങ്കിൽ പോലും കൂട്ടുമുന്നണിയാണെങ്കിൽ പോലും ശ്രദ്ധേയമായ ഒരു പാർട്ടിയുള്ളൊരു ഭരണം വന്നു. അത് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി സാഹചര്യം മാറിയെന്ന്. ആ സാഹചര്യം മാറിയതുകൊണ്ടാണ് ഭാരതത്തിന് പുറത്തുള്ള പാകിസ്ഥാനും ചൈനയും അമേരിക്കയും എല്ലാം ചേർന്ന് അവരോട് ചേർന്ന് നിൽക്കുന്ന ഭാരതത്തിനുള്ളിലുള്ളവരെ കൂടെ കൂട്ടി വാജ്പേയി സർക്കാരിനെ മാറ്റിയിട്ട് പുതിയ സർക്കാരിനെ കൊണ്ടുവന്നത്. അതിന് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, മുസ്ലിം വർഗീയവാദികളുണ്ടായിരുന്നു, പാശ്ചാത്യരോട് ചേരുന്നവരുണ്ടായിരുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറിയിടത്താണ് അന്നൊരു കാര്യം നമ്മൾ ഓർക്കണം. അന്ന് സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാത്തതിനകത്ത് നിയമപരമായ കാരണമുണ്ടായിരുന്നു. കേരളാരൻ രാഷ്ട്രപതി ആയിരുന്ന കാലത്ത് പ്രധാനമന്ത്രിക്ക് വേണ്ടി വീണ് ചോദിച്ചവർ എന്നതാണ്. അന്ന് രാഷ്ട്രപതി കേരളാരനെ സഹായിക്കാനും തയ്യാറായിരുന്നു. മുലായം സിംഗ് യാദവ് വഴിമുടക്കിയതുകൊണ്ടാണ് അന്ന് സോണിയയ്ക്ക് ആവാതിരുന്നത്. ഈ സോണിയയ്ക്ക് 2004 BJPക്ക് 137 സീറ്റും അവർക്ക് 145 സീറ്റും, 8 സീറ്റിന്റെ വ്യത്യാസമുള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണയോട് ഭാരതം ഭരിക്കുന്നതിന് അവസരം കിട്ടിയപ്പം പ്രധാനമന്ത്രി ആകാൻ കഴിയാതെ പോയതില് 2004 വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ആ ഇലക്ഷന് ശേഷം വന്ന ഗവൺമെന്റിനും ഞാനീ പറഞ്ഞ 3 വിദേശ വ്യക്തികളുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ സമയമില്ല.
ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം വേറൊന്നാണ്. സോണിയ പ്രധാനമന്ത്രി ആകുന്നതിന് അമേരിക്ക താല്പര്യം കാണിക്കാതിരുന്നതും IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും ആളായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആക്കിയതും അദ്ദേഹത്തിന്റെ ബന്ധം അവരുമായിട്ടായിരുന്നു നേരത്തെ. IMF-ഉം വേൾഡ് ബാങ്കും അമേരിക്കയുമായിട്ട് ആക്കിയതിന്റെ പിന്നിലും അമേരിക്കൻ താല്പര്യം തന്നെയായിരുന്നു. കാരണം ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ KGB-യുമായിട്ട് ചാരസംഘടനയായിട്ട് ബന്ധമുണ്ടായിരുന്നു സോണിയയ്ക്കും സോണിയയുടെ അച്ഛൻ കുടുംബത്തിനും. അങ്ങനെ ആളിൽ അമേരിക്ക പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാൻ തയ്യാറുമില്ലാത്തത് കൊണ്ടാണ് അന്ന് മൻമോഹൻ സിംഗിന്റെ അവസരം ലഭിച്ചത്. അത് കഴിഞ്ഞ CTBT കരാർ ഒപ്പിട്ടതുമൊക്കെ നമ്മൾ കണ്ടു. ചൈനയുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടു. പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിൽ, പാകിസ്ഥാനെയും ചൈനയും സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രതിരോധം വീക്കാക്കിയത് കണ്ടു. ചൈനയ്ക്ക് സഹായകരമായ രീതിയിൽ നമ്മുടെ വാണിജ്യ നയങ്ങളിലുമൊക്കെ കൃത്യമായ ഇളവുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കണ്ടതാണ് അന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടുന്ന് ഒരു സംഭാവനയുടെ വരവ്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലും മറ്റുമൊക്കെ ചൈനയുടെ മറ്റു സംഭാഷണ വരവ്. ഇതെല്ലാം 2014 വന്നപ്പം ഇതെല്ലാം അവസാനിച്ചു. ഭാരതത്തിന് ഏകപക്ഷ ഭരണം വന്നു, സ്ഥിരമായ ഭരണം വന്നു. ആ ഭരണകൂടം വ്യക്തമായും ശക്തമായും ഭാരത് ഫസ്റ്റ്, ഭാരതമാണ് ഒന്നാമത് എന്ന നിലപാടെടുത്തു. ഏറ്റവും അവസാനം അത് കണ്ടത് ഉക്രൈൻ പ്രശ്നത്തിലാണ്. ഉക്രൈൻ പ്രശ്നത്തില് റഷ്യയുമായി നിന്ന് പെട്രോള് നമ്മൾ ഇറക്കുമതി ചെയ്തെന്ന് പറഞ്ഞപ്പം അതിന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ഭാരതത്തിലെ ജനങ്ങൾക്ക് ആവശ്യമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതാണ് ഞങ്ങളുടെ പ്രാധാന്യം, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഡിപ്ലോമാറ്റിക് ഭാഷയിൽ, അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഇപ്പൊ ലോകരാജ്യങ്ങൾ മുഴുവൻ സമ്മർദ്ദം ചെലുത്തിയിട്ടും തിരിച്ചു വന്നു. നമുക്ക് എന്തായാലും ഭാരതത്തിന്റെ ഇലക്ഷനിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ കാര്യമായിട്ട് ഇപ്പോൾ ഉണ്ടോ, അതോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോ കണ്ടതല്ലേ അമേരിക്കയുടെ ഇടപെടല്. അമേരിക്ക രാഷ്ട്രപതി ജോ ബൈഡൻ ഇടപെട്ടു, അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം ഇടപെട്ടത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഇന്ത്യക്ക് സിനോഫോബിയ എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളെ ഭയപ്പെടുന്ന മനോഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിമർശനം. ഒപ്പം തന്നെ അവിടുത്തെ ഈ മതസ്വാതന്ത്ര്യത്തെ വെച്ച് പഠിക്കുന്ന US പാനല് അവർ അനാവശ്യമായ ചില പ്രതികരണം നടത്തി. പിന്നെ ജോർജ് സോറോസ് എന്ന് പറയുന്ന ബിസിനസ് ഒരു വ്യവസായ ഭീമന്റെ ഇടപെടല്, ഇത് അവരുടെ ഭാഗത്തുനിന്ന്. പാകിസ്ഥാനിൽ നമ്മൾ കണ്ടു. പാകിസ്ഥാനിൽ ഇപ്പം ഇന്നലെ അവിടുത്തെ ഒരു പഴയ മന്ത്രി, ഇമ്രാൻഖാന്റെ കാലത്തെ ഒരു മന്ത്രി, ഭുവാൻ ചൗധരി എന്ന പേര്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഓൺ ഫയർ എന്നാ പറഞ്ഞത്. ഇത് രാഹുൽ അണ്ടർ ഫയർ, രാഹുലിന്റെ കാര്യം തന്നെയാണ് അപകടത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. എനിക്കിതൊന്നും പ്രശ്നമില്ല. അതുപോലെ ചൈനയുടെ കാര്യത്തിലും അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടല് മണിപ്പൂരിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കിതിലൊന്നും പ്രശ്നമില്ല. എനിക്ക് ആകെപ്പാടെ പ്രശ്നമുള്ളത് സുശക്തമായ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഇവിടുത്തെ ആന്തരിക കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ട, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നൊരു ആർജവം ഇവിടെ INDIA ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും കാണിച്ചേ പറ്റുള്ളൂ. അത് കാണിക്കാതെ, ഇതൊക്കെയാണ് മറ്റു രാജ്യങ്ങളുടെ വിജയത്തിന്റെ കാരണം. അതാണ് ഞങ്ങളൊന്ന് തർക്കം ഉണ്ടാവും, രാജ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ അവരെ ആശ്രയിക്കുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ. നമ്മുടെ 8 ദശകമായി നമ്മുടെ ജനാധിപത്യത്തിന് പോറലേൽക്കാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇനിയും അത് തുടരുക തന്നെ ചെയ്യും.